പാലക്കാട് കോണിക്കഴിയിൽ കാൽ തെറ്റി ക്വാറിയിൽ വീണ് ബന്ധുക്കളായ 2 വിദ്യാർത്ഥികൾ മരിച്ചു എന്നതാണ്. ചെഞ്ചുരുളി സ്വദേശികളായ മേഘജും അഭയുമാണ് മരിച്ചത്. സംസാരിച്ച് നടക്കുന്നതിനിടെ മേഘജ് കാല് തെറ്റി ക്വാറിയിലേക്ക് വീഴുകയായിരുന്നു. രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അഭയ് ക്വാറിയിലേക്ക് വീണത്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു. പാലക്കാട് നിന്ന് ഇക്ബാൽ അറക്കൽ, ഗുഡ് മോർണിംഗ്. വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഈ രാവിലെ തന്നെ കേൾക്കുന്നത്. എങ്ങനെയാണ് ആദ്യം ഈ പോയ കുട്ടി ക്വാറിയിലേക്ക് വീണത്? ഇന്നലെ രാത്രി 10:30 മണിയോടുകൂടിയാണ് ദാരുണമായ ഈ ഒരു സംഭവം പാലക്കാട് കോണിക്കിഴി എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് ഉണ്ടാവുന്നത്. ചെഞ്ചുരുളി സ്വദേശികളായ 2 വിദ്യാർത്ഥികൾ വീടിന് സമീപത്തുള്ള കോറിക്ക് സമീപത്തൂടെ നടന്നു പോവുകയായിരുന്നു. ഇതിനിടയിലാണ് മേഘജ് എന്ന് പറയുന്ന 18 വയസ്സുകാരനായ വിദ്യാർത്ഥി കാല് വഴുതി ഈ കോറിയിലേക്ക് വീഴുന്നത്. ഈ മേഘജിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് മേഘജിൻ്റെ അച്ഛൻ്റെ സഹോദരനായിട്ടുള്ള വ്യക്തിയുടെ മകനായിട്ടുള്ള ഈ അഭയ് കോറിക്ക് സമീപത്തേക്ക് എത്തുന്നത്. അഭയും പിന്നീട് ഈ കോറിയിലേക്ക് അകപ്പെടുകയായിരുന്നു. ഈ സമീപവാസിയായ ഒരാൾ ഈ 2 വിദ്യാർത്ഥികളും കോറിയിൽ പെടുന്നത് കണ്ട് ഉടൻ തന്നെ നാട്ടുകാരിലും പോലീസിലും വിവരം അറിയിക്കുകയായിരുന്നു. കോങ്ങാട് നിന്നുള്ള അഗ്നിശമന ഉദ്യോഗസ്ഥരെത്തി തിരച്ചിൽ നടത്തിയാണ് ഈ 2 വിദ്യാർത്ഥികളുടെയും മൃതദേഹം കണ്ടെത്തിയത്. ആദ്യം മേഘജിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇതിനുശേഷം 2 മണിക്കൂർ പിന്നിട്ടിട്ടാണ് അഭയിന്റെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത്. ഏതായാലും ഈ 2 പേരുടെയും മൃതദേഹങ്ങൾ നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഉള്ളത്. മേഘജ് MNKM സ്കൂളിൽ +2 വിദ്യാർത്ഥിയായിരുന്നു. അഭയ് കോയമ്പത്തൂരിലെ ഒരു സ്വകാര്യ കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. ഏതായാലും ഇന്നലെ രാത്രി 10:30 മണിയോടുകൂടിയാണ് പാലക്കാട് കോണിക്കിഴി എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം നടക്കുകയും 2 വിദ്യാർത്ഥികൾ മരിക്കുകയും ചെയ്തത്. സുജയ, ശരി. ഇക്ബാൽ അറക്കലാണ് പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മഴക്കാലമാണ്, അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിക്കുക എന്നത് മാത്രമേ ഇങ്ങനെയുള്ള അപകട വാർത്തകൾ വരുമ്പോൾ പറയാൻ കഴിയുള്ളൂ.